പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഫലപ്രഖ്യാപനത്തിൽ അട്ടിമറി എന്ന കണ്ടെത്തൽ. HSS വിഭാഗത്തിൽ എടപ്പാലം PTMYHS സ്കൂളിൽ നേടിയ ഓവറോൾ കപ്പ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകാൻ തീരുമാനം. മത്സരാർത്ഥികളുടെ രക്ഷിതാവ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും കലോത്സവത്തിൽ അട്ടിമറി നടന്നു എന്നുള്ളതാണ് പറയുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഫലപ്രഖ്യാപനത്തിലാണ് അട്ടിമറി എന്ന് കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. HSS വിഭാഗത്തിൽ എടപ്പലം PTMYHS സ്കൂൾ നേടിയ ഓവറോൾ കപ്പ് നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിന് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. മത്സരാർത്ഥിയുടെ രക്ഷിതാവ് നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ അട്ടിമറി കണ്ടെത്തിയിരിക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് ഈ കപ്പ് നടുവട്ടം സ്കൂളിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓഫ് സ്റ്റേജ് മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേഡുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തിരുത്തി എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിയുടെ റിസൾട്ട് വെബ്സൈറ്റിൽ എത്തിയപ്പോൾ അത് ബോധപൂർവമായി B ഗ്രേഡിലേക്ക് തിരുത്തി എന്നാണ് പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത്. ഏതായാലും രേഖകൾ സഹിതം പട്ടാമ്പി AEOയ്ക്ക് പരാതി നൽകുകയായിരുന്നു. ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ ആരൊക്കെയാണെന്ന് പരിശോധിച്ചു വരികയാണെന്നാണ് ഈ സംഭവത്തിൽ പട്ടാമ്പി AEO പറയുന്നത്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തെ ഫലപ്രഖ്യാപനത്തിലാണ് അട്ടിമറിയെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പാലം PTMYHS സ്കൂൾ നേടിയ ഓവറോൾ കപ്പ് നടുവട്ട ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. മത്സരാർത്ഥികളുടെ രക്ഷിതാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അട്ടിമറി കണ്ടെത്തിയിരിക്കുന്നത്. ഫലം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തപ്പോൾ മാറിയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.